എല്ലാവർക്കും എന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷന്റെ 2024 നമുക്ക് കുടിശ്ശികയായിട്ട് നിൽക്കുന്നത് 2 മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണമാണ്. അത് നവംബർ ഡിസംബർ മാസത്തെയാണ്. നമുക്ക് ഇതുവരെ നൽകിയിട്ടുള്ളത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം വരെയാണ് ഇപ്പോൾ ലാസ്റ്റ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ലഭിക്കാനുള്ളത് നവംബർ മാസത്തെ 1600 ഈ മാസം നമുക്ക് അനുവദിച്ചിരിക്കുകയാണ്. 64 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് നാളെ മുതൽ വിതരണം ആരംഭിക്കും എന്നുള്ളൊരു അപ്ഡേഷനാണ് നമുക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നമുക്ക് അടുത്ത മാസമാണ് കിട്ടുന്നത്. അടുത്ത മാസവും 1600 രൂപ തന്നെയാണ് നമുക്ക് വിതരണമായി ലഭിക്കുന്നത്. അപ്പോൾ 2024 കുടിശ്ശിക പൂർത്തീകരിക്കാനാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഈ മാസവും 1600, അടുത്ത മാസവും 1600 രൂപ തന്നെയാണ്. അപ്പോൾ നാളെ മുതൽ വിതരണം ആരംഭിക്കും എന്നുള്ളൊരു അപ്ഡേഷനാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കഴിഞ്ഞ പ്രാവശ്യത്തെ വിതരണം നമുക്ക് പറഞ്ഞതിനേക്കാൾ ഒരു ദിവസം മുമ്പെയാണ് വിതരണം ആരംഭിച്ചത്. അപ്പോൾ അതുപോലെ ഒന്നും സംഭവിക്കില്ലെങ്കിലും നാളെ മുതൽ, കാരണം ഫെബ്രുവരി മാസം 28 ദിവസം മാത്രമേ ഉള്ളൂ. നാളെ 24 ഡേറ്റ്. നാളെ മുതൽ ആരംഭിച്ചെങ്കിൽ മാത്രമേ ഈ മാസം കൊണ്ട് നമുക്ക് ഈ ഒരു ക്ഷേമ പെൻഷൻ വിതരണം പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ. അതുപോലെ തന്നെയാണ് നിർമ്മാണ തൊഴിലാളി പെൻഷന്റെ കാര്യം. നിരവധി ആൾക്കാർ എപ്പോഴും കമന്റ് വഴി ചോദിക്കുന്ന ഒരു കാര്യമാണ്. സത്യം പറഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് യാതൊരു അപ്ഡേഷൻസും നമുക്ക് വരാത്തത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ സാധിക്കാത്തത്. ശരിയാണ്, 17 മാസത്തോളമായി നിങ്ങൾക്ക് യാതൊരു അപ്ഡേഷൻസും ഇല്ല. ഈ ഒരു പെൻഷൻ തുക മുടങ്ങിയിട്ട് 1018 കോടി രൂപ വേണം 4 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ഈ ഒരു തുക നൽകി തീർക്കാനായിട്ട്. സത്യം പറഞ്ഞാൽ അത് തീർക്കാവുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. എന്തുകൊണ്ട് ഇതിങ്ങനെ ആയിപ്പോയി എന്നുള്ളതിനെ കുറിച്ച് യാതൊരു അപ്ഡേഷൻസും നമുക്ക് എത്തിയിട്ടില്ല. അല്ലെങ്കിൽ അതെന്താണ്, മരണം, വിവാഹം, ചികിത്സാ സഹായങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും മുടങ്ങിക്കിടക്കുകയാണ്. ഇപ്പോൾ പുതുതായിട്ട് അപേക്ഷ കൊടുത്തിരിക്കുന്ന 2 ലക്ഷത്തോളം അപേക്ഷകൾ ഇപ്പോഴും പെൻഡിങ്ങിൽ തന്നെയാണ്. ആ അപേക്ഷ ഇതുവരെയും അപ്രൂവലും ആക്കിയിട്ടില്ല. 1018 കോടി രൂപയാണ് ഇതുവരെയുമുള്ള കുടിശ്ശിക കൊടുത്തു തീർക്കാൻ വേണ്ടത്. പക്ഷെ അതൊക്കെ നടക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. എന്തുകൊണ്ട് ഇതിങ്ങനെ ആയി എന്നുള്ളതിനെ കുറിച്ച് യാതൊരു അപ്ഡേഷൻസും നമുക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.